63ാമത് സ്കൂൾ കലോത്സവം ഇന്നലെയാണ് കൊടിയിറങ്ങിയത്. സ്കൂൾ കലോത്സവത്തിന്റെ സമാപന വേദിയിൽ അതിഥികളായി എത്തിയത് യുവതാരങ്ങളായ ടൊവിനോയും ആസിഫുമായിരുന്നു. കുട്ടികൾക്ക് ആവേശവും ചിരിയും പടർത്തുന്ന വാക്കുകളായിരുന്നു സൂപ്പർ യുവതാരങ്ങൾ പകർന്നത്. സമാപന സമ്മേളനത്തിൽ നടത്തിയ പ്രസംഗത്തിലൂടെ ഇരുവരും വേദിയെ ഒന്നടങ്കം കയ്യിലെടുക്കുകയായിരുന്നു. കസേര പിടിച്ചിടാൻ പോലും കലോത്സവത്തിന് കയറിയിട്ടില്ലാത്ത താൻ വളരെ അഭിമാനത്തോടെയാണ് ഇവിടെ നിൽക്കുന്നതെന്ന് ആസിഫ് അലി പറഞ്ഞപ്പോൾ, ഞാൻ പ്രസംഗിക്കാൻ കരുതിവെച്ച പ്രസംഗത്തിലെ 3 പോയിന്റുകൾ ആസിഫ് അടിച്ചുമാറ്റിയെന്ന് തമാശ രൂപേണ ടൊവിനോയും പറഞ്ഞു. ഇത്തരമൊരു വലിയ വേദിയിലെത്തിയത് സിനിമ തന്ന ഭാഗ്യമാണെന്നും കലയിലൂടെ നിങ്ങൾ ലോകം മുഴുവൻ അറിയപ്പെടണമെന്നും ആസിഫ് പറഞ്ഞു. വിജയികളായ തൃശൂർ ടീമിന് ഇന്ന് ഇറങ്ങുന്ന തന്റെ സിനിമയായ രേഖാചിത്രം സൗജന്യമായി കാണാനാകുമെന്ന സന്തോഷ വാർത്തയും ആസിഫ് അലി പങ്കുവെച്ചപ്പോൾ കുട്ടികൾ ആഹ്ലാദത്തിലായിരുന്നു. കലാമേള ഗംഭീരമായി സംഘടിപ്പിച്ചവർക്ക് നന്ദി പറഞ്ഞുകൊണ്ടാണ് ടൊവിനോ തോമസ് പ്രസംഗം തുടങ്ങിയത്. മുൻകൂട്ടി തയ്യാറാക്കി പ്രസംഗം നടത്തുന്ന ശീലം തനിക്കില്ലെന്ന് ടൊവിനോ പറഞ്ഞു. താൻ പറയാൻ വിചാരിച്ചതിൽ 3 പോയിന്റ് ആസിഫ് പറഞ്ഞു എന്ന് ടൊവിനോ പറഞ്ഞപ്പോൾ വേദിയിൽ ചിരി പടർന്നു. സ്കൂൾ കാലഘട്ടത്തിൽ ഒരു ദിവസം അവധി ലഭിക്കും എന്നതിനപ്പുറം കലോത്സവവുമായി തനിക്ക് ബന്ധമുണ്ടായിരുന്നില്ല. എന്നാൽ പിന്നീട് താൻ തിരഞ്ഞെടുത്തത് കലയായിരുന്നു എന്നത് തികച്ചും യാദൃശ്ചികമാണെന്നും ടൊവിനോ പറഞ്ഞു.